നമസ്കാരം. ഞാനിന്നൊരു ചെറിയ വീഡിയോ ചെയ്തിരിക്കുന്നത് എൻ്റെ വീട്ടിൽ ഞാൻ ചെയ്ത് നോക്കിയിട്ട് ഈ നമ്മുടെ വേസ്റ്റ്, ഫുഡ് വേസ്റ്റും അങ്ങനെയുള്ള കിച്ചൺ വേസ്റ്റും ഒക്കെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാതിരുന്നൊരു സമയത്ത് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് അതിനുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് ഞാനതുമായിട്ട് ബന്ധപ്പെട്ട് സാധനങ്ങൾ വാങ്ങാൻ, ഇത് ട്രീറ്റ് ചെയ്യുന്ന ഈ ഇത്തരത്തിലുള്ള എക്യുപ്മെൻറ്റ്സ് വാങ്ങാൻ നോക്കിയപ്പം ഭയങ്കര വിലയാണ്. അന്നേരം അവിടെ ഒരു ചെറിയ പ്ലാസ്റ്റിക് കട, അവിടെ ഒരു ഡ്രം കിട്ടി. ആ ഡ്രമ്മ് മേടിച്ചിട്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഞാൻ നേരത്തെ ഒരെണ്ണം ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഡ്രം മേടിച്ചിട്ട് അത് സക്സസ്ഫുൾ ആയതുകൊണ്ട് അടുത്തൊരു കുറച്ചുകൂടെ വലിയ ഡ്രം മേടിച്ചിട്ട് ചെയ്തതാണ്. ഇതുപോലെ ഡ്രം മേടിക്കുക. ഇത് 200 രൂപയുടെ ഡ്രമ്മാണ്. 200 രൂപയ്ക്ക് കിട്ടി. അതിൻ്റെ അടുത്ത് മുകളിൽ ചെറിയ ഹോൾസ് ഇട്ടു. ഇത് ഒരു കമ്പി പഴിപ്പിച്ച് ജസ്റ്റ് ഒന്ന് കുത്തിയാൽ മതി. അപ്പോഴത്തേക്കിന് ഇത്രയും ചെറിയ ഹോൾസ് മതി. ഇത് കൂടുതൽ ഹോൾസ് എയർ കയറുക എന്ന് മാത്രമേ ഉള്ളൂ. ഇത് കൂടുതൽ വലിയ ഹോൾ ഇട്ട് കഴിഞ്ഞ് ഇതിൻ്റെ കൂടെ പുഴു പുറത്തോട്ടിറങ്ങി വരാനും അതുപോലെ ഈച്ച അകത്തോട്ട് കയറാനും ആകെ പ്രതിസന്ധിയാകും. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഏറ്റവും മുകളിൽ കുറച്ച് എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് കുറച്ച് ഹോൾസ് ഇടുക. ഹോൾസ് ഇട്ടതിന് ശേഷം ഇതുണ്ട്, ഇതിൻ്റെ അകത്ത് നമുക്ക് ഇത്രയും വേസ്റ്റ് ഇടാം. ഈ വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇനാക്കുലം ഉണ്ട്. ഇനാക്കുലം എന്ന് പറയുന്ന സാധനം മേടിക്കാൻ കിട്ടും കടകളിലൊക്കെ. ഞാനത് കാണിച്ചു തരാം. ഇതാണ് ഇനാക്കുലം. ഇതിൻ്റെ അകത്ത് ഇത് പൊടിയായിട്ട് കിട്ടുന്നതാണ്. ഇത് പിന്നെ ലിക്വിഡായിട്ടും കിട്ടുന്നുണ്ട്, അതും എൻ്റെ കയ്യിലുണ്ട്. ഇത് ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിരുന്നൊരു സാമ്പിളാണ്. ഇപ്പോൾ കണ്ട ഇനാക്കുലം വാങ്ങുക. അത് കടകളിൽ വാങ്ങാൻ കിട്ടും. 100-200 രൂപയിൽ താഴെ ഉള്ളൂ. അത് മേടിക്കുക. ഒരു ലെയർ ഇതിൻ്റെ അടിയിലിടുക. എന്നിട്ട് ഡ്രൈ ആയിട്ടുള്ള എല്ലാ വേസ്റ്റും നമുക്ക് ഇതിൻ്റെ അകത്ത് ഇടാം. വെള്ളം ഒഴിക്കരുത്. ഒരു തരത്തിലുള്ള വെള്ളം ഇതിൻ്റെ അകത്ത് വീഴരുത്. കാരണം ഇതിൻ്റെ അകത്ത് വെള്ളം വീണാൽ നമുക്കിത് ഒഴുക്കിക്കളയാനുള്ള സംവിധാനമില്ല. അതിൻ്റെ അകത്ത് വെള്ളം കിടന്ന് ഇത് ചാറ് പരുവത്തിലായി പോകും. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയായി പോകും. അതുകൊണ്ട് ഒരു തരത്തിലും വെള്ളം നിങ്ങൾ ഒഴിക്കരുത്. എല്ലാ സാധനങ്ങളും ഡ്രൈ ആയിട്ടിടുക. ഡ്രൈ ആയിട്ടെന്ന് പറയുമ്പം ഇപ്പോൾ ചാറ് കറിയാണെങ്കിൽ ചാറ് കറിക്കകത്തു നിന്നുള്ള കഷ്ണങ്ങൾ നമുക്ക് കോരിയെടുത്ത് ഇതിൻ്റെ അകത്തിടാം. പിന്നെ അതുപോലെ മീൻ കറിക്കാണെങ്കിൽ മീൻ കഷ്ണങ്ങൾ എടുത്ത് ഇടാം. ചിക്കൻ്റെ അകത്താണെങ്കിൽ ചിക്കൻ കഷ്ണങ്ങൾ എടുത്തിടാം. പക്ഷേ ചാറായിട്ട് ഒഴിക്കരുത്. ആ ചാറ് നിങ്ങൾ വെള്ളം എവിടെയെങ്കിലും കൊണ്ടുപോയി നിങ്ങൾ വെള്ളം മാത്രമാകുമ്പോൾ നമുക്കത് എവിടെയെങ്കിലും ഒഴുക്കി കളയാമല്ലോ. നമുക്ക് പിന്നെ കിച്ചൺ സിങ്കിലോ വല്ലതും ഒഴിച്ച് കളയാം. അപ്പോൾ ഇത് ഡ്രെയിൻ ചെയ്തെടുത്തിട്ട് പിന്നെ അതിൻ്റെ ബാക്കി വരുന്ന എല്ലാ സാധനങ്ങളും ഇതിൻ്റെ അകത്തിടാം. അതുപോലെ നമ്മുടെ ഉള്ളിത്തൊലി, മുട്ടത്തോട്, ചോറ്, ഡ്രൈ ആയിട്ടുള്ള കഞ്ഞി ഒഴിക്കരുത്. ബാക്കി ഡ്രൈ ആയിട്ടുള്ള ചോറ്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം. പിന്നെ ഈ മോര് പോലുള്ള സാധനങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് മണം വരും. അപ്പോൾ മോര് പോലുള്ള സാധനങ്ങളൊന്നും ഒഴിക്കരുത് ഇതിൻ്റെ അകത്ത്. ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ട് ശേഷം ഇതിൻ്റെ അകത്ത് ഒരു ലെയർ ഇട്ടതിന് ശേഷം നമുക്ക് ആ ഒരു ലെയർ ഇനാക്കുലം നല്ലപോലെ ഇടുക. അപ്പോൾ എന്തെങ്കിലും മണം ചെറുതായിട്ട് വരുന്നുണ്ടെങ്കിൽ ഇനാക്കുലം കുറച്ച് കൂടുതലിടുക. ഈ ഒരു തരത്തിലുള്ള മണവും വരുന്നില്ല. ഞാൻ ഫ്രണ്ട് വശത്താണ് വെച്ചിരിക്കുന്നത്. എനിക്ക് ഒരു തരത്തിലും യാതൊരു മണവും വരുന്നില്ല. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഉണ്ടാകത്തില്ല എന്നതുകൊണ്ട് ഇടയ്ക്കിത് ഇടാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് പുഴു ഉണ്ടാകും. അപ്പോൾ ആ പുഴു സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നതാണ്. അത് നമുക്ക് അതിൻ്റെ അകത്ത് ഒട്ടും വറിയിടാവേണ്ട കാര്യമില്ല. പുഴു ഉണ്ടാകും. അപ്പോൾ ആദ്യം നമുക്കൊരു ചെറിയ അറപ്പ് തോന്നുമെങ്കിലും പിന്നീട് ഈ പുഴുവിൻ്റെ പ്രവർത്തനം കണ്ടു കഴിയുമ്പോൾ അതൊരു വലിയ കാരണം ഇപ്പം ഞാൻ രാവിലെ ഇട്ട വേസ്റ്റ്, ഉച്ചയ്ക്ക് ഇട്ട വേസ്റ്റ് 4 മണിയായപ്പോഴത്തേക്കും ആ പുഴു തിന്ന് തീർത്തു. അപ്പോൾ ആ പുഴുവിൻ്റെ സേവനം എന്ന് പറഞ്ഞാൽ വലിയൊരു സേവനമാണ്. കാരണം നമുക്ക് ആദ്യം ഒരു ബുദ്ധിമുട്ട് തോന്നും കാണുമ്പോൾ. പക്ഷേ ഇതിൻ്റെ ഒരു പ്രവർത്തന രീതി കാണുമ്പോൾ നമുക്ക് ആ പുഴു വളരെ ഒരു ആശ്വാസമായിരിക്കും. കാരണം നമ്മുടെ വേസ്റ്റെല്ലാം ഇപ്പോൾ രാവിലെ ഇട്ടിരിക്കുന്ന വേസ്റ്റ് തിന്നിട്ട് അത് കുറേ ദിവസം ഇട്ട വേസ്റ്റുകളാണ്. അത് തിന്ന് താഴോട്ട് പോകും. നമ്മൾ ഇടുന്ന വേസ്റ്റ് കാണത്തില്ല സത്യത്തിൽ അതിനകത്ത് കാര്യമായിട്ട്. അപ്പോൾ ആ പുഴു അതുകൊണ്ട് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നമ്മൾ ഫുഡ് കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഫുഡ് എന്നും ഇട്ടുകൊണ്ടിരിക്കുകയാണ്, പുഴു അതിൻ്റെ എങ്ങും പോകത്തില്ല. പക്ഷേ ഫുഡ് ഇടാതിരിക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം ഇടാതിരിക്കുമ്പോൾ പുഴു ചിലപ്പോൾ ഇറങ്ങി ഇതിൻ്റെ ഈ വക്കിലും ചുറ്റുമൊക്കെ ഇരിക്കും. അപ്പം അത് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ഫ്രണ്ടിലൊക്കെ വെക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ചെറിയ രീതിയിൽ തോന്നുള്ളൂ. ഇപ്പം വീടിൻ്റെ പുറകിലൊക്കെ വയ്ക്കുകയാണെങ്കിൽ മഴ നനയാതെ വെക്കണം. മഴയത്ത് വെക്കരുത്. അങ്ങനെ ഇതിൻ്റെ അകത്ത് വെള്ളം വീഴും. ഇത് കൃത്യമായിട്ട് 2 മേടിക്കണം. 2 മേടിച്ച് ഒരെണ്ണം നിറഞ്ഞ് കഴിയുമ്പോൾ ഇതെടുത്ത് ഇത് കൃത്യമായിട്ട് വേസ്റ്റ് ഇട്ടതിന് ശേഷം ഇങ്ങനെ മൂടി വെക്കണം. നല്ല ടൈറ്റായിട്ട് മൂടി വെക്കണം. ഇതിൻ്റെ അകത്ത് മറ്റ് ജീവികളൊന്നും കയറാതെയും അതുപോലെ ഈച്ചയൊന്നും കാര്യമായിട്ട് കയറാതിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നത്.
അതിനുശേഷം ഇത് നിറഞ്ഞു കഴിഞ്ഞ് ഇതെടുത്ത് എവിടെയെങ്കിലും ഭദ്രമായിട്ട് വെക്കുക. ഒരു 30, 35, 40 ദിവസം ആകുമ്പോഴത്തേക്കിന് ഇതിൻ്റെ അകത്ത് ഫുള്ള് വളമാകും. നല്ല ഡ്രൈ ആയിട്ടുള്ള വളമാകും. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ വേസ്റ്റ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് കുഴഞ്ഞിരിക്കും. വളമാവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അത് നമ്മൾ വെയിലത്തൊക്കെ വെച്ച് ഉണക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് വെള്ളം ഒഴിക്കരുതെന്ന് പറയുന്നത്. ഇനി വെള്ളം ഇച്ചിരി എങ്ങാനും കൂടിപ്പോയാൽ നിങ്ങൾ കുറച്ച് കൂടുതൽ പൗഡർ, ഇനാക്കുലം പൗഡർ ഇതിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചൊക്കെ വലിച്ചെടുക്കും. എന്നാലും വെള്ളം ഒട്ടും ഒഴിക്കാതിരിക്കുന്നതാണ് പ്രാക്ടിക്കലി നല്ലത്. അതിനുശേഷം ഇത് അടച്ചു വെച്ച് കഴിയുമ്പം ഇതുപോലൊരു 2 ഡ്രം ഉണ്ടെങ്കിൽ അടുത്ത ഡ്രമ്മിലേക്ക് ഇടുക. മറ്റേത് അവിടെ ഇരുന്ന് വളമാകുമ്പോഴത്തേക്കിനും ആ വളം എടുത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചതിന് ശേഷം അതിൻ്റെ അകത്തോട്ട് ഇത് മാറ്റി വെക്കുക. അത് അങ്ങനെ ഓൾട്ടർനേറ്റീവായിട്ട് രണ്ടും മാറി മാറി ഉപയോഗിക്കാം. ഇനി കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ 3-ാമതൊരെണ്ണോ 4-ാമതൊരെണ്ണോ മേടിച്ച് വെച്ചാലും നഷ്ടമില്ല. കാരണം ഇതിപ്പോൾ 4 നമ്മൾ മേടിച്ച് വെച്ചാൽ 1000 രൂപയാകും. 1000 ആവത്തില്ല. പക്ഷേ ഇതിൻ്റെ എന്തേരം സാധനം കൊള്ളും. ഇത് നല്ലൊരു ലിറ്റർ കണക്കിന് കൊള്ളും. അപ്പോൾ ഇത്രയും വേസ്റ്റ് നമുക്ക് ഈ വേസ്റ്റ് നമ്മൾ ഇടുന്ന വേസ്റ്റ് ഈ പുഴുവിൻ്റെ പ്രവർത്തനവും മറ്റേ ഇനാക്കുലത്തിൻ്റെ പ്രവർത്തനവും എല്ലാം കാരണം ഇത് ചുരുങ്ങി നമ്മളിപ്പം 10 ലിറ്റർ ഇട്ടാൽ അത് ഒരു 4 ദിവസം കൊണ്ട് 4 ലിറ്ററോ 3 ലിറ്ററോ ആയിട്ട് കുറയും. ഇതിൻ്റെ അളവ് വളരെയധികം കുറയും. അപ്പോൾ ഇത് ചെറിയ വീടുകൾക്ക് നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യുന്നവർക്ക് ഭയങ്കര ഗുണപ്രദമായിരിക്കും. കാരണം ഇതിപ്പോൾ ഇതുപോലെയൊരു നമ്മളിപ്പം ഇതിൻ്റെ അകത്ത് നിന്ന് 300 രൂപ മുടക്കി ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നിന്നൊരു 1000-നടുത്ത് അല്ലെങ്കിൽ ഒരു 600 രൂപ അല്ല 500 രൂപയുടെ വളം, നല്ല ഒന്നാന്തരം ജൈവവളം നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ കിട്ടും. ഒരു തവണ എടുത്തു കഴിയുമ്പോൾ ഇത്രയും കിട്ടും. ആ വേസ്റ്റ് ട്രീറ്റ് ചെയ്യാമെന്ന് മാത്രമല്ല വളവും കിട്ടും. അതോടൊപ്പം അപ്പോൾ അത് കണ്ടിന്യൂസ് നമ്മൾ 1 ടൈം ഇതിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു 300 രൂപ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വളം മേടിക്കേണ്ട സാഹചര്യം ഉണ്ടാകത്തില്ല. ഇത് എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന വളമായിട്ട് കിട്ടും. അതുപോലെ നമ്മുടെ വേസ്റ്റ് ട്രീറ്റ്മെൻറ്റും കൃത്യമായിട്ട് നടക്കുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ആ പുഴുവിനെ കാണുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടാണ്. അത് നമുക്ക് സ്വാഭാവികമായിട്ടും 2 ദിവസം 3 ദിവസം ആകുമ്പോഴത്തേക്കിനും നമുക്കതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടല്ലാതെ തോന്നും. നമുക്ക് അതിനോടുള്ള അറപ്പ് മാറും. കാരണം അതിൻ്റെ പ്രവർത്തന രീതി അത്രയും നമുക്ക് പ്രയോജനകരമാണ്. അപ്പോൾ ഇതൊരു ചെറിയ അറിവാണ്. ഞാനത് പരീക്ഷിച്ച് വിജയിച്ചത് കൊണ്ടാണ്. കാരണം പുറത്ത് കൊടുത്ത് സാധനങ്ങൾ വാങ്ങുമ്പം നമുക്ക് അത്രയും പൈസ ഇതിന് ഈടാക്കുന്നുണ്ട്. ഇത്രയും ഒരു സാധനം ആരെങ്കിലും ഉണ്ടാക്കി തരുന്നതിനോ അല്ലെങ്കിൽ ഇത് കമ്പനികളിൽ നിന്നൊക്കെ വരുമ്പോൾ വലിയ റേറ്റാണ്. ഇത് ഒരു റോക്കറ്റ് ടെക്നോളജി ഒന്നുമല്ല, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ചെറിയ വീടുകളൊക്കെ ഉള്ളവർക്കും ഫ്ലാറ്റുള്ളവർക്കൊക്കെ ഇത് ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്.